ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ ഭയങ്കര സന്തോഷത്തിൽ കാറിൽ നിന്ന് ഇറങ്ങുക. അതിനുശേഷം രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കയറി പോവുക, പരിസരം മറന്ന്. അപ്പം അയ്യപ്പൻ നായരും ഷിബു അത് കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അവരുടെ രണ്ടുപേരുടെയും പരിസരം മറന്നുള്ള പോക്ക് കണ്ട് അയ്യപ്പൻ നായർ, എൻ്റെ ഗണപതി കുഞ്ഞെ നിനക്ക് 1000 നന്ദി എന്നും പറയുക. അത് കണ്ടതും ഷിബു, എന്താ അയ്യപ്പേട്ട, എന്തിനാ ഗണപതിക്ക് നന്ദി പറഞ്ഞേ? അതെ, നീ അറിയേണ്ട ആവശ്യമില്ല, ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്തതാ, ഞാനായിട്ട് നന്ദി പറഞ്ഞതാ. എന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ചകൾ വളരെ സന്തോഷമുള്ള കാഴ്ചകളായിരിക്കും. അതെല്ലാം കണ്ട് കണ്ണ് നിറയെ സന്തോഷിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അയ്യപ്പൻ നായർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം രണ്ടുപേരും അവിടെ സോഫയിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഓരോരോ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗീതു, ഞാൻ നിന്നോട് ഒരുപാട് നാളെ ഇങ്ങനെയൊക്കെ പറയാൻ കാത്തിരിക്കുന്നു, പക്ഷെ നീ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞാനും അങ്ങനെ തന്നെയാണ് കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് വരുൺ അവിടെ നിൽക്കുക. വരുൺ എന്നിട്ട് രാധികാമ്മയോട്, അമ്മേ ദേ അത് നോക്കിയേ എന്നും. ഇത് കേണ്ടത് രാധിക ദേഷ്യത്തോടെ, ഇതെന്താ രണ്ടും കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. ഒപ്പം വരുണുണ്ട്. കണ്ണാ എന്നും പറഞ്ഞ് വിളിക്കുക. എന്താ അമ്മേ എന്നും ചിരിച്ചുകൊണ്ട് നിസ്സാരമായിട്ട് ചോദിക്കുക എന്താന്ന്. അത് കേട്ടതും രാധിക, നീ എന്തായി കാണിക്കുന്നേ? നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ എന്താ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്താ ഈ കാണിക്കുന്നേ? എന്താ അമ്മേ, എന്താ പ്രശ്നം? ദേ കോടതിയിൽ നിന്ന് വിധി വരും. അങ്ങനെ വിധി വരുന്നത് വരെ രണ്ടുപേരുടെയും തീരുമാനം കോടതിയിൽ പറഞ്ഞോളണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞോളണം. അതുവരെ രണ്ടുപേരും 2 മുറിയിലായിരിക്കണം, മനസ്സിലായല്ലോ? അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടലോടുകൂടെ തന്നെ രാധികയെ നോക്കുക. അപ്പം ഗീതുവും അങ്ങനെ തന്നെ നോക്കുക. എന്താടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒട്ടിയൊരുമി നിന്നാലേ ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. നീ ചെയ്യുന്നത് ശരിയാണോ കണ്ണാ? നീ ഗീതുവിൻ്റെ ജീവിതം തകർക്കാനല്ലേ നോക്കുന്നേ? കാര്യം അറിയാതെ നീ ഓരോന്നിരുന്ന് ചെയ്യരുത്, മനസ്സിലായല്ലോ? ദേ, ഗീതുവിന് നല്ലൊരു ജീവിതമുണ്ട്, ആ ജീവിതം നീ ആയിട്ട് തകർക്കരുത്. അതുകൊണ്ട് നീ അവളെ എത്രയും പെട്ടെന്ന് നിന്റെ മുറിയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ കോടതിയിൽ നിന്ന് അടുത്ത ചോദ്യം വരുമ്പോഴേക്കും എന്താ പറയേണ്ടതെന്നൊക്കെ വക്കീൽ പറഞ്ഞു തരും. അതുപോലെ തന്നെ അവിടെ കോടതിയിൽ പറഞ്ഞോളാം, മനസ്സിലായല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും ഗോവിന്ദ്, ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പ്രിയ അങ്ങോട്ട് വരിക. ഏട്ടാ, നിങ്ങൾ രണ്ടുപേരും ഇനി കാണാൻ പാടില്ല, രണ്ടുപേരും 2 മുറിയിലായി താമസിക്കണം. അതെന്തിനാ മോളെ? ഞാനെങ്കിൽ ഇതും ഒരു മുറി താമസിച്ചുകൊണ്ട് പരസ്പരം കാണാതിരുന്നാൽ പോരെ? അത് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും 2 മുറിയിൽ വേണം താമസിക്കാൻ. നിങ്ങൾ രണ്ടുപേരും ഇനി തമ്മിൽ കാണാനും പാടില്ല. ഇത് എൻ്റെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ വിനോദിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും, ഇവിടെ നിൽക്കില്ല എന്നും പ്രിയ പറയുക. അത് കേട്ടതും ഗോവിന്ദ്, മോളെ അത് പിന്നെ ഞങ്ങൾ ഒരു മുറിയിൽ തന്നെ 2ആയിട്ട് കഴിഞ്ഞോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? 2 പേരും 2 മുറിയിൽ ജീവിച്ചാൽ മതി. ഈ ഒരു മുറിയിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലിയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാതിരുന്നിട്ട് എന്താ ഫലം? അതിനേക്കാൾ നല്ലത് വേറെ മുറിയിൽ താമസിക്കുന്നതല്ലേ? അങ്ങനെ താമസിച്ചാൽ മതി. ഈ വീട്ടിൽ തന്നെ 2 പേരും ഉണ്ടായിക്കോ, പക്ഷേ 2 പേരും വേറെ വേറെ ആൾക്കാരെ പോലെ തന്നെ വേറെ മുറിയിൽ താമസിച്ചാൽ മതി, മനസ്സിലായല്ലോ? എൻ്റെ വാക്ക് തെറ്റിച്ച എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ശരി മോളെ എന്നും ഗോവിന്ദ്. ഇത് കേട്ടതും ഗീതു ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക. കണ്ണേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. സാരമില്ല ഗീതു, നമുക്ക് 2 പേർക്കും 2 മുറിയിൽ കഴിയാം. എന്താ പറയുന്നത്? 2 പേർക്കും 2 മുറിയിൽ കഴിയാമെന്നോ? അപ്പോൾ രാധികാമ്മയുടെയും പ്രിയയുടെയൊക്കെ വാക്കിന് കണ്ണേട്ടൻ വില കൊടുക്കുകയാണല്ലേ? എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇപ്പോൾ വരുമ്പോഴൊക്കെ കണ്ണേട്ടൻ എന്നോട് എന്താ പറഞ്ഞിട്ട് വന്നേ? എൻ്റെ കൈ മുറുക്കെ പിടിച്ചു കഴിഞ്ഞു, ഇനി പിടിവിടില്ല എന്ന്. എന്നിട്ട് അവസാനം എന്നെ ഇങ്ങനെ പറ്റിക്കുകയാണല്ലേ കണ്ണേട്ടാ? കണ്ണേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ആകെ സങ്കടപ്പെട്ട് സെൻറ്റി അടിച്ച് ഇങ്ങനെ നിൽക്കുക. അത് കേട്ടതും രാധിക, പരസ്പരം 2 പേർക്കും സ്നേഹമില്ല, ഇഷ്ടമില്ല, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടുമില്ല, എന്നാൽ ഒരു മുറിയിൽ താമസിക്കാതിരിക്കാൻ പറ്റുന്നുമില്ല. ഇതൊക്കെ എവിടെ തന്നെ ന്യായം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 പേരും മാറി വേറെ റൂമിൽ താമസിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നം പലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ എന്നും പറയണം. മനസ്സിലായമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും രാധികയും വരുണും അങ്ങ് പോയി. വാ വരുൺ എന്നും പറഞ്ഞ് ഈ സമയം ഗീതുവും ഗോവിന്ദും മുറിയിലേക്ക് പോവുക. മുറിയിലേക്ക് പോയ ഗീതു ദേഷ്യപ്പെട്ട് ഗോവിന്ദന് ഒരു 5-6 ഇടി ഇടിച്ചതും, അയ്യോ നീ എന്തിനാ എന്നെ തല്ലുന്നേ? എന്നാലും നിങ്ങളുടെ 2ാം അമ്മയോടും അനിയത്തിയോടും എന്നോട് ഈ മുറിയിൽ നിന്ന് മാറി താമസിക്കാൻ പറയുമെന്ന് പറഞ്ഞ എന്തിനാ?
ദേ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നിങ്ങളൊരു പുരുഷനാണോ? നിങ്ങളൊരു ഭർത്താവാണോ? ഒരു പെണ്ണിനും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടരുത്. എടി പെണ്ണേ, അവരങ്ങനെ പറഞ്ഞോട്ടെ. നമ്മൾ രണ്ടുപേരും മുറി മാറി താമസിച്ചാൽ അവർക്കെന്താ കുഴപ്പം? അവർക്കൊരു കുഴപ്പമില്ല. എന്നാൽ കുഴപ്പം നമുക്കാ. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തകർക്കാനാണ് അവരങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു മുറിയിലായാൽ പോരെ? അതല്ലേ അതിൻ്റേതായ രസം. അങ്ങനെ ഒളിച്ചും പാത്തും ഭാര്യയെ കാണാൻ വരുന്നത് ഒരു രസമല്ലേ? ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, കല്യാണം കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഭാര്യ ഭർത്താക്കന്മാർ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒളിച്ചും പാത്തും കാണുന്നത്? അങ്ങനെ കണ്ടുകൊണ്ട് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനും നിൻ്റെ അടുത്ത് വന്നിരിക്കാനും നിന്നെ ഓരോന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കാനും നിന്നെ ചിരിപ്പിക്കാനും ഒക്കെ എനിക്കും കൊതിയില്ലേ കണ്ണേട്ടാ? അതൊക്കെ നടക്കുമോ? നമ്മളെങ്ങാനും മുറി മാറി കിടന്നത് ചിലപ്പോൾ ഇനി ഞാൻ എന്നോട് പ്രിയയുടെ ഒപ്പം കിടക്കാൻ പറഞ്ഞാലോ? അങ്ങനെ നീ പ്രിയയുടെ ഒപ്പം ഒന്നും പോയി കിടക്കണ്ട. തനിച്ച് കിടന്നാൽ മതി. തനിയെ ഒരു റൂമിൽ താമസിച്ചാൽ മതി. അങ്ങനെ താമസിക്കുമ്പോൾ ഞാൻ രാത്രി അങ്ങോട്ട് വന്നേക്കാം. ഇല്ലെങ്കിൽ ആരും അറിയാതെ നീ എൻ്റെ മുറിയിലേക്ക് വന്നാൽ മതിയെന്നേ. നമുക്ക് ഇവരെയൊക്കെ പറ്റിക്കാം. ഇവരുടെയൊക്കെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് നമുക്ക് പ്രേമിക്കാന്നേ എന്നും ഗോവിന്ദ്. അയ്യാടാ എന്തൊരു പൂതി! എന്നാൽ പിന്നെ ഇത്രയും പ്രേമിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ രണ്ടാനമ്മയുടെ മുന്നിൽ വെച്ച് എന്താ പറയാതിരുന്നില്ലേ? ഞാൻ ഗീതുവിനോടൊപ്പം ജീവിക്കും, ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരുമായിരുന്നോ? എൻ്റെ ഗീതു, ഒരേ സമയം നിന്നെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, അമ്മയെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. എന്തിന്? 10 മാസം ആവാറായി പ്രിയയെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. അറിയാലോ പ്രിയയുടെ വാശി. പ്രിയ നമ്മളെ പിരിക്കാനല്ല നോക്കുന്നേ, നമ്മളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് പ്രിയയുടെ വാക്കിൽ നമുക്ക് വില കൊടുത്തല്ലേ മോളെ പറ്റൂ. പ്രിയയ്ക്ക് നീ ഇന്ന് വെച്ച ജീവനാ. നീയും ഞാനും പിരിയുന്നത് പ്രിയയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രിയ ഇങ്ങനെ പറയുന്നത്. നമ്മൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുമ്പോൾ എത്രമാത്രം രണ്ടുപേരെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പ്രിയയ്ക്ക് നമുക്ക് മനസ്സിലാവണം. അതാണ് പ്രിയയുടെ ആഗ്രഹം. അതുകൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും അത് ശരിയാ. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് മോളൊന്ന് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എനിക്കൊന്നേ പറയാനുള്ളൂ. രാധികാമ്മയുടെ ആഗ്രഹം നടക്കട്ടേന്നേ. അവർ കുറച്ച് സന്തോഷിക്കട്ടെ. അവസാനം എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലാവുമ്പോഴേ അവരുടെ വായ നമുക്ക് അടപ്പിക്കാം. എന്താ പോരെ? പിന്നെ ഒരു കോടതിക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല. എൻ്റെ കണ്ണേട്ടാ, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ രണ്ടാനമ്മയെ ഇത്രയും പേടിക്കുന്നേ? നിങ്ങളുടെ രണ്ടാനമ്മയെ ഇത്രയും പേടിച്ച് നിങ്ങൾ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? എനിക്കതാ അറിയേണ്ടത്. ഇത്രയും പൂവൊക്കെ മേടിച്ചു തന്ന് മനുഷ്യനെ സന്തോഷിപ്പിച്ച് ഇവിടം വരെ കൂട്ടിയിട്ട് വന്നിട്ട് അവസാനം ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മോളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്തായാലും രാധികാമ്മ പറഞ്ഞത് നമുക്ക് അനുസരിക്കാം. അപ്പോൾ രാധികാമ്മയ്ക്ക് സന്തോഷമാവും. രാധികാമ്മയുടെ മനസ്സിൽ എന്താണ്? നമ്മളെ രണ്ടുപേരെയും തമ്മിൽ പിരിക്കണം. നമ്മൾക്ക് തമ്മിൽ ഇഷ്ടമാണോ എന്ന് പോലും തിരിച്ചറിയാതെ രാധികാമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ രാധികാമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ തേങ്ങാക്കൊല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങളെ മറ്റൊരാളെ സ്നേഹിക്കാൻ പാടില്ല, നിങ്ങളിൽ മറ്റൊരവകാശിയും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടാനമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നും പറയണം. അത് കേട്ടതും ഗോവിന്ദ് അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവർ വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. കേസ് കോടതിയിലെത്തുമ്പോഴേക്കും നമ്മൾ പിരിയാൻ പറ്റാത്തക്ക വിധം അടുത്തിരിക്കണം. അങ്ങനെ കോടതി ഒരു വിധി പറയുമ്പോൾ ആ വിധി നമുക്ക് ഇത്രയും കൂടെ സ്ട്രോങ് ആവും. നമ്മൾ രണ്ടുപേരും തമ്മിൽ പിരിയുന്നില്ല എന്നും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമെന്നും നമ്മൾ അവിടെ പറഞ്ഞാൽ പോരെ? പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നേ? അതെ, ഇപ്പം അത് പറഞ്ഞ് അമ്മയെയും പ്രിയയെയും പിന്നെ വരുണിനെയും ഒക്കെ വെറുതെ ചൊടിപ്പിക്കുന്ന എന്തിനാ? അവരൊക്കെ സന്തോഷിക്കട്ടെ. നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് അവരൊക്കെ സന്തോഷിക്കട്ടെ, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ രണ്ടാനമ്മയെ വാനോളം പുകഴ്ത്തി ഗോവിന്ദ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പിന്നീട് രാധികയാണ് കാണിക്കുന്നത്. രാധിക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ വരുണേ, ഉറപ്പായിട്ടും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ കണ്ടോ? എന്തൊക്കെ സംഭവിച്ചാലും ഗീതുവിനെയും ഗോവിന്ദനെയും ഒരുമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവർ രണ്ടുപേരും ഒരു മുറിയിൽ കഴിയത്തുമില്ല. അവർ രണ്ടുപേരും ഒരു മുറിയിൽ കഴിയാതെ അവർ രണ്ടുപേരും തമ്മിൽ പിരിയണം. കോടതിയിൽ കേസെത്തുമ്പോൾ അവളുടെ എല്ലാ കുറ്റങ്ങളും കോടതിക്ക് മുൻപിൽ തുറന്നു പറഞ്ഞ് അവനെ ഞാൻ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് മോചിതനാക്കും. അതിനുശേഷം ഗോവിന്ദ് ഈ വീടിന് മാത്രം സ്വന്തം, ഒരിക്കലും ഗീതുവിന് സ്വന്തമല്ല. ഗോവിന്ദ് കെട്ടിയ താലി അഴിച്ച് ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾക്ക് ഈ വീടിൻ്റെ പടിയിറങ്ങേണ്ടി വരും.
ഗീതു, നീ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ മറക്കില്ല. പണ്ടേ നിന്നോട് എനിക്ക് ദേഷ്യം, ഇനി ആ ദേഷ്യം ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ രണ്ടുപേരെയും ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ലടി. അല്ലമ്മേ, അവരോട് രണ്ടുപേരോടും അമ്മ മാറി താമസിക്കാൻ പറഞ്ഞു. അവരത് ചെയ്യും. അവരത് ഉറപ്പായിട്ടും ചെയ്യും. രണ്ടുപേരും രണ്ട് മുറിയിലായിരിക്കും. കണ്ണൻ എൻ്റെ വാക്ക് ധിക്കരിക്കില്ല. ഞാൻ പറയുന്നതേ അവൻ അനുസരിക്കൂ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഗീതുവും ഗോവിന്ദും രണ്ടുപേരും രണ്ട് മുറിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ഭയങ്കര ത്രില്ലിലിരിക്കുക. ഈ സമയം വരുൺ, ഈ അവസരം വേണം മുതലെടുക്കാൻ. എല്ലാ സ്വത്തുക്കളും രേഖയുടെ പേരിലേക്ക് എഴുതി വെച്ച് എന്നെ പിടിച്ചു കെട്ടിയിട്ടാ ഗോവിന്ദേട്ടന്. ഇനി ഇത് അവസാനത്തെ ഇതായിരിക്കണം. എന്തായാലും നിങ്ങളുടെ സന്തോഷവും ഞാൻ തല്ലിക്കെടുത്തും. ഞാൻ സമാധാനമായിട്ട് സുവർണയുടെ ഒപ്പം കറങ്ങി നടന്നതാ, സുവർണയുമായിട്ട് ഒരുമിച്ച് നടന്നതാ. എന്നിട്ട് എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നത് നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ്. രേഖയെപ്പോലൊരു വൃത്തികെട്ടവളുടെ ഭർത്താവായിരിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാകുന്നതാ. പക്ഷെ സ്വത്തിൽ പാതി നിങ്ങൾ അവൾക്ക് എഴുതി വെച്ചതുകൊണ്ട് എനിക്കിപ്പോൾ അവളുടെ കാൽ കീഴിൽ കിടക്കേണ്ടി വരിക. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാനൊന്നേ പറയുന്നുള്ളൂ. ഗോവിന്ദേട്ടാ, നിങ്ങൾ എന്തായാലും ഇനി അവസാനം കരയും, ഒരുപാട് കരയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരണം നിൽക്കുക. ഈ സമയം പ്രിയയാണ് കാണിക്കുന്നത്. പ്രിയ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ രേഖ അങ്ങോട്ട് ചെന്നു. എന്താ മോളെ, എന്തിനാ മോള് കരയുന്നേ? സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഗോവിന്ദേട്ടനോടും ഗീതു ചേച്ചിയോടും വെവ്വേറെ മുറിയിൽ താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. പാവങ്ങൾ നല്ലോണം വിഷമമായി കാണൂല്ലേ? എന്തിനാ വിഷമം? അവർ തമ്മിൽ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മോളെ പ്രിയേ, ഗീതുവിൻ്റെ മനസ്സിൽ ഗോവിന്ദേട്ടൻ എന്ന് വെച്ചാൽ ജീവനാ. ഗോവിന്ദേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഗീതുവിന് 1000 നാവാ. ഗീതുവിന് ഗോവിന്ദേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഗീതുവും ഗോവിന്ദേട്ടനും തമ്മിൽ ഒന്നിക്കാതിരിക്കാനും അവർ തമ്മിൽ സ്നേഹിക്കാതിരിക്കാനും അവർ സന്തോഷത്തോടെ ജീവിക്കാതിരിക്കാനും ഇവിടെ തടസ്സമായിട്ടുള്ളത് രാധികാമ്മയാണ്. അതുകൊണ്ട് മോള് വേണം രാധികാമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവർ ജീവിച്ചോട്ടെ. പിന്നെ ഗോവിന്ദേട്ടൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം ഗീതു ഇല്ലെങ്കിൽ എന്തുമാത്രം ആ മനുഷ്യൻ ഇവിടെ കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ, ഞങ്ങളല്ലേ അത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം. ഗീതുവിനെയും ഗോവിന്ദേട്ടനെയും തമ്മിൽ പിരിക്കരുത്. അവരെ തമ്മിൽ പിരിച്ചാൽ നമുക്ക് പാപം കിട്ടും മോളെ. അവരെ തമ്മിൽ ഒന്നിപ്പിച്ചാൽ നമുക്ക് പുണ്യം കിട്ടും. അവരെ ഒന്നിക്കട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവർക്ക് വേണ്ടതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. അതിനു വേണ്ടിയല്ലേ ചേച്ചി ഞാൻ അവരോട് പിരിഞ്ഞ് താമസിക്കാൻ പറഞ്ഞേ. അങ്ങനെ താമസിക്കുമ്പോൾ രണ്ടുപേരും എത്രത്തോളം രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കട്ടെ മോളെ. ഈ കേസ് വഷളാക്കി കോടതി വരെ എത്തിച്ചത് രാധികാമ്മ ഒറ്റൊരുത്തിയാണ്. രാധികാമ്മ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇന്നെല്ലാം തിരിച്ചറിഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചാനെ. നീ ഇപ്പോൾ അമ്മയാകാൻ പോകുന്നത് പോലെ ഗീതു ഒരു അമ്മയാകാൻ പോയാനെ. എന്ത് ചെയ്യാനാ? എല്ലാത്തിനും തടസ്സമായിട്ട് ഇവിടെ നിൽക്കുന്നത് നിൻ്റെ അമ്മ തന്നെയാ പ്രിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഒരുപാട് ഉപദേശിക്കേണ്ടതെല്ലാം കേട്ടതും, ഇല്ല ചേച്ചി, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ഗീതു ചേച്ചിയും ഗോവിന്ദേട്ടനും പിരിയില്ല. അവർ രണ്ടുപേരും ഒന്നിക്കും, സന്തോഷത്തോടെ ജീവിക്കും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്തൊക്കെ സംഭവിച്ചാലും ഗീതു ചേച്ചിയെയും ഗോവിന്ദേട്ടനെയും ഒന്നിപ്പിച്ച് ഞാൻ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് പോകും. എൻ്റെ കുഞ്ഞുമായി ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഗീതു ചേച്ചി അമ്മയാകാൻ പോകുന്നുള്ള വാർത്ത കേൾക്കണം. അതിനു വേണ്ടിയുള്ള സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രിയ രേഖയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക. ഈശ്വര, എങ്ങനെയെങ്കിലും അവർക്കൊരു പ്രശ്നമില്ലാതെ അവർ രണ്ടുപേരും പിരിയാതെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖയും അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പ്രിയ, സോറി ഏട്ടാ, സോറി ഗീതു ചേച്ചി, എനിക്കിതല്ലാതെ വേറെ ഒരു വഴിയില്ല. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രിയെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് അതേ പ്രേക്ഷകരെ. പാതിരാത്രി ഒളിച്ചും പാത്തും ഗീതുവും ഗോവിന്ദും എങ്ങനെ കാണും? അവർ തമ്മിൽ കാണാതിരിക്കാൻ രാധിക എന്തെങ്കിലും പണി ഒപ്പിക്കോ? അങ്ങനെ കണ്ടാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.